ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും ഇറങ്ങിയേക്കാണ് കേട്ടോ. ഒരു ക്രാഫ്റ്റുമായിട്ടാണ്. തൊട്ടപ്പുറത്തേക്കാണ് ഞാനിത് ചാടി പോകുന്നത് കേട്ടോ. അവിടെ ഇതുപോലെ ഒരുപാട് കാർഡ്ബോർഡ്, എൻ്റെ ആപ്പൻ്റെ വീടാണ് കേട്ടോ. അവിടെ ഒരുപാട് നല്ല കാർഡ്ബോർഡ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ക്രാഫ്റ്റൊന്നും അറിയാത്തവർക്ക് കൂടി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ പെട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അതായത് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡാണ് ഇത്. ഇത്രയും നീളത്തിലുള്ള ഒരു പെട്ടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് എന്നെക്കാളും നീളമുള്ള പെട്ടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനവിടെ നിന്ന് ഒരു ഗ്ലൂ ഗണ്ണൊക്കെ എടുത്ത് വെറുതെ ഒന്ന് ഷോ കളിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കട്ട് ചെയ്യാൻ തന്നെ അത്യാവശ്യം നല്ല പണിയുണ്ട്. കൈ നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിത് കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പീസസ് ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കോമ്പസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാനൊരു അളവ് മാർക്ക് ചെയ്തിട്ട് അത് നമുക്ക് ഏകദേശം ഈ ഒരു അളവിൽ എടുക്കാം കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഒന്ന് മുറിച്ചെടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് ഒരു സ്കെച്ച് കൊണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്കെച്ച് അങ്ങനെ ഇത് മഷി ഉണ്ടായിരുന്നില്ല തോന്നുന്നു, കറക്റ്റായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് കറക്റ്റ് അത് ഒട്ടിക്കിടുക. എവിടെയെങ്കിലും ചെറിയ പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ഈ മേൽഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരുപാടധികം ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇത് ഒരുപോലെ ഞാനിത് രണ്ട് ഇതാക്കി ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി പാടുപെട്ടു, കുഴപ്പമില്ല. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഈ വശം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ബോട്ടിലൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായും കെയർഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. ഇത് ബോട്ടിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്വശം ഇതുപോലെ തന്നെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ബോട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുന്ന എന്തെങ്കിലും മതി കേട്ടോ. അത്യാവശ്യം ഇതുള്ളത് എടുത്താൽ മതി. ഇത്രയും ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന്. ഇനി നമ്മളിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടിക്കുന്ന വിധം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് ജസ്റ്റ് ഈ കുപ്പിയുടെ മേലെ ഒട്ടിച്ചു കൊടുത്തു. കറക്റ്റായിട്ട് അതങ്ങ് ഒട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ഐഡിയ പെട്ടെന്ന് മനസ്സിൽ കൂടി വന്നത്, നമ്മളെ കാർഡ്ബോർഡ് ഒന്ന് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് ഇളക്കിയെടുത്തതാണ് കേട്ടോ. ആ ഒരു തിന്നായിട്ടുള്ളൊരു പേപ്പർ അതിൻ്റെ മേൽവശത്തു നിന്ന് പൊളിച്ചെടുത്തതാണ്. അത് ഇതിൻ്റെ മേലേക്ക് ഫസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒട്ടിച്ചെടുക്കുക. അത് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ ഓരോന്നും കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു പാർട്സ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു വശത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു, ഇതിൻ്റെ മേലെ ഒട്ടിക്കുന്നു കേട്ടോ. വളരെ സിമ്പിളാണ്, കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ ചുറ്റും ഇതിൻ്റെ എല്ലാ വശത്തും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഒട്ടിക്കുന്നത് കാണിക്കാത്തത് വേറെ ഒന്നല്ല, എൻ്റെ ഗ്ലൂ എന്താ പറയുക, പ്ലഗ് കുത്തിയിട്ടാണല്ലോ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരത്തോട്ടായിട്ടാണ്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ പ്ലഗ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവുമല്ലോ. ചെറിയതൊക്കെ ആണെങ്കിൽ ഞാൻ പ്ലഗ് ഇവിടെ നിന്ന് ഊരിക്കൊണ്ട് വന്നിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് കുറേ ഒട്ടിക്കൊണ്ടുകൊണ്ട് ഞാൻ ഇത്രയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിക്കുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി കേട്ടോ. ഇതുപോലെ ഞാൻ ഈ റൗണ്ട് ഷേപ്പിന് കണക്കായിട്ട് ഇത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് കൂടി എന്താണ് തോന്നുന്നുള്ളത് ഒന്ന് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് നമ്മുടെ വർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ കമൻസിലൂടെ ആണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്.
പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നല്ല നീറ്റായിട്ട് ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു കളർ ഇതിന് പ്രത്യേകിച്ച് കളർ നമ്മൾ അടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമല്ല. ഒരു ഫ്ലവർ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കാം കേട്ടോ. ഇതുപോലുള്ളതൊക്കെ കടയിൽ മേടിക്കാൻ ചെന്നാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലേ. എന്നാൽ നമുക്ക് ആർക്കും ഒരു ഉപയോഗം പ്രത്യേകിച്ചില്ലാത്ത ഈ കാർഡ്ബോർഡ് കൊണ്ട് നമ്മൾ ഇത്തരം ഐഡിയാസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ. അതിനോട് വീണ്ടും വീണ്ടും നമുക്ക് ഇൻട്രസ്റ്റ് കൂടി വരും ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ കാർഡ്ബോർഡൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കിൻ്റെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ട് ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതും ഭംഗിയുണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.